പെരിഞ്ഞനം പഞ്ചായത്ത് കുടുംബശ്രീ CDSലെ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പണമില്ലേ നിങ്ങൾക്ക്? രാജിവെക്കോ പുറത്തു പോകൂ, രാജിവെക്കോ പുറത്തു പോകൂ. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പഞ്ചായത്തിൽ CDSൽ വിജിലൻസിന്റെ അന്വേഷണം. പാവപ്പെട്ട തൊഴിലാളികളുടെ DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീയുടെ പിച്ചച്ചട്ടിയിലെന്ന് കൈയിട്ട് വരുന്ന ഒരു നാണംകെട്ട ഏർപ്പാടാണ് ഇവിടെ പഞ്ചായത്ത് അധികൃതർ നടത്തുന്നത്. ഒരു കൊല്ലമായി ഇത് ഇന്നിന്നലെയും സംഭവിച്ചതല്ല. ഈ വൻ അഴിമതി, വൻ കൊള്ള നടന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. എന്തുകൊണ്ട് ഇവിടെ ആരും അറിഞ്ഞില്ല ഈ സംഭവം? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ ഇവിടെ സ്വാഗതം സൂചിച്ചതുപോലെ 2020 കാണാതായ 35,000 രൂപയും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണ്. ഒരു കൊല്ലം പഞ്ചായത്തിൽ മെമ്പർമാരടക്കം ആരും പലതും സംഭവം അറിഞ്ഞില്ല എന്ന് പറയുന്നത്. ഇതിന് സത്യാവസ്ഥ പലതും, ഇതിന് ചുരുളുകൾ പലതും വഴിയാനുണ്ട്. ഇത് നമുക്ക് സത്യത്തിൽ വന്നാൽ ഇത് അവസാനത്തെ പേജാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ഈ ബുക്ക്, ഈ 3 ലക്ഷം ഇതിന്റെ പിന്നാമ്പറങ്ങൾ ഒരുപാട് കഥകൾ നിറഞ്ഞു വരുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷനായി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഫണ്ട് പല ആളുകളുടെ കയ്യിലേക്ക് വകമാറ്റി എടുക്കുകയും അവരുടെ ജീവന ഉപയോഗിച്ച് മാറ്റുന്ന CDS ചെയർമാൻ അടക്കമുള്ള ആളുകളുടെ, പഞ്ചായത്ത് ഭരണാധികാരികളുടെ ശ്രദ്ധക്കുറവ് മൂലം ഇവിടുത്തെ പാവപ്പെട്ട വയലിലും പാടത്തും പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ ഓട്ടക്കാരന എന്ന് പറയാവുന്ന ചില്ലിക്കാശ് ഈ ഭരണകൂടം മോഷ്ടിച്ചെടുത്തുകൊണ്ട് അവരെ നിരാശയുടെ പടിക്കുള്ളിലാക്കിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. 1998 ആരംഭിച്ച സംഘടന ഇന്ന് ഏകദേശം 26 വർഷം പിന്നിടുകയാണ്. 26 വർഷം പിന്നിടുമ്പോൾ കുടുംബശ്രീ ലക്ഷ്യമാക്കിയതിൽ പ്രധാന ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് 10 വർഷത്തിനുള്ളിൽ സ്ത്രീകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതായിരുന്നു. 10 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 2010 അതിന്റെ ഒരു ആദ്യ പടിയിലേക്കെങ്കിലും കടക്കാൻ സാധിക്കുന്ന രീതിയിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ കുടുംബശ്രീ മിഷൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത്. ചെറു വായ്പാ സംരംഭങ്ങളിലൂടെ സാധാരണക്കാരായ സ്ത്രീകളെ, നേരത്തെ അധ്യക്ഷനൊക്കെ പറഞ്ഞതുപോലെ അവരുടെ 1 രൂപയും 2 രൂപയും ഒക്കെ കൂട്ടിവെച്ചുള്ള സമ്പാദ്യത്തെ ഒരു സംഖ്യയാക്കി മാറ്റി അവരെ ചെറിയ ചെറിയ സംരംഭകരാക്കി മാറ്റുക, അതിലൂടെ സ്ത്രീകളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ ഒട്ടേറെ ലക്ഷ്യങ്ങൾ കുടുംബശ്രീയുടെ ഭാഗമായിട്ടുണ്ടായി. നേതാക്കളായ CP ഉല്ലാസ്, VS ജിനേഷ്, KK കുട്ടൻ, KV ചന്ദ്രൻ, CK മജീദ, KM ബാബു, VM ദിനേശ്, ഷീല വിശ്വംഭരൻ, PP സലീം, PK താഹിർ, സുവർണൻ കൊല്ലാറ, RR രാജേന്ദ്രൻ, ലിജേഷ് പള്ളായി തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് കാലമായി ഇവിടെ ജോലി ചെയ്ത് വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നു. ഇടക്കാലത്ത് വെച്ച് ഏതോ 8-9 മാസത്തിന് മുമ്പ് ഇവരിവിടെ നിന്ന് ഇടത്തിരുത്തി പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റി. ആ സീറ്റിൽ പുതിയൊരു കുട്ടി വന്ന് ജോയിൻ ചെയ്തു. അക്കൗണ്ട് പരിശോധിച്ചുകൊണ്ടിരുന്നു. അക്കൗണ്ടിൽ ഒരു വേരിയേഷൻ കണ്ടപ്പോഴേക്കും കുട്ടി ഓടി വന്ന് താഴേക്ക് വന്നു. കുടുംബശ്രീയുടെ ചാർജ് AF-ലാണ്. ഇവിടെ ഉണ്ടായ AF റിട്ടയർമെന്റ് ആയിപ്പോയി. ശേഷം ആ സീറ്റിൽ വേറെ ആരും വന്നില്ല. മുഗൾ ജ്വല്ലറി, സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്. 1000 രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ.
916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല. ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. 10 പവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ, ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ്, പൊന്നിൽ തീർത്ത 3 പതിറ്റാണ്ടിന്റെ ആത്മബന്ധം. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് ത്രിപ്രയാർ. You're watching True Line News.